അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ സീറ 12ാമത്തെ പാഠഭാഗമാണ്. ഇതാണ് നമ്മുടെ ഈ കായികയിലെ ഈ പുസ്തകത്തിലെ അവസാനത്തെ പാഠഭാഗം. ഈ പാഠഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം പൂർണ്ണമാവുകയാണ്. അപ്പോൾ പാഠഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുകയാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അദ്ദറസുസാനി അഷറ പാഠം 12 അന്നുബൂവത്ത്. നബിതങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചതിനെക്കുറിച്ച് പറയുന്ന പാഠഭാഗമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ നുബൂവത്ത് അതായത് പ്രവാചക പദവി നൽകി അള്ളാഹു ആദരിച്ചു. ബാല്യം മുതൽ നുബൂവത്തിന് യോജിച്ച രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നത്. നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സുവിശേഷങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ കല്ലുകളും വൃക്ഷങ്ങളും സലാം ചൊല്ലുമായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ധ്യാനനിരതനായി ഒറ്റയ്ക്കിരിക്കൽ പതിവായി. മക്കയിലുള്ള ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിലാണ് അള്ളാഹുവിൻ്റെ സ്മരണയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരു റമദാൻ 17 തിങ്കളാഴ്ച ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഖ്റ നീ വായിക്കുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എനിക്ക് ഓതാൻ അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണച്ചു പിടിച്ച് അമർത്തിയ ശേഷം വീണ്ടും ഓതാൻ നിർദ്ദേശിച്ചു. 3 പ്രാവശ്യം ഇപ്രകാരം ആവർത്തിച്ചപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഖുർആൻ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ആദ്യ വഹയ്യായിരുന്നു ഈ ഖുർആൻ വചനങ്ങൾ. ഇതിൽ പരിഭ്രമിച്ചു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ അടുക്കലെത്തി പുതപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും സംഭവം വിവരിക്കുകയും ചെയ്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച ശേഷം ബന്ധുവായ വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദപണ്ഡിതൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്തിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് മൂസ നബി അലൈഹിസ്സലാമിന് വഹയ്യുമായി വന്നിരുന്ന മലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് നൽകാൻ വന്നതാണ്. അവിടെ നിൻ്റെ പ്രബോധന സമയത്ത് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ച് സഹായിക്കുമായിരുന്നു. പിന്നെ സന്ദർഭോചിതം ഖുർആൻ ആയത്തുകൾ വഹയ്യായി ലഭിച്ചുകൊണ്ടിരുന്നു. ക്രിസ്താബ്ദം 610 ഓഗസ്റ്റ് 6 ആദ്യ വഹയ്യ് ലഭിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് സൃഷ്ടാവായ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായി അള്ളാഹുവിൻ്റെ സ്മരണയിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റ നീ വായിക്കൂ എന്ന് നബിതങ്ങളോട് പറയുകയും ചെയ്തു. അപ്പോൾ നബിതങ്ങൾ എന്ത് പറഞ്ഞു? നബിതങ്ങൾക്ക് വായിക്കാൻ അറിയാവോ? ഇല്ല അല്ലേ? നബിതങ്ങൾ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു? 3 തവണ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അല്ലേ? കെട്ടിപ്പിടിച്ച് അമർത്തി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നബിതങ്ങൾ ഓതാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്തത് അതുപോലെ നബിതങ്ങൾ ഓതി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് മുതൽ മാലം യഅലം വരെ എന്ന ആ ഭാഗം വരെ നബിതങ്ങൾ ഓതുകയുണ്ടായി. ഈ സംഭവം ഉണ്ടായപ്പോൾ നബിതങ്ങൾ ആകെ ഭയപ്പെട്ടു പോയി അല്ലേ? പെട്ടെന്ന് നബിതങ്ങൾ ഇങ്ങനെ ധ്യാനത്തിലായിരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ നബിതങ്ങൾ ആകെ അങ്ങ് പേടിച്ചുപോയി. അങ്ങനെ ഓടിച്ചെന്ന് ഭാര്യയോട്, അതായത് ആരാണ് ഭാര്യ? ഖദീജ ബീവിയോട് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ട് എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് ആവശ്യപ്പെട്ടു. എന്നെ പുതപ്പിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഖദീജ ബീവി എന്ത് ചെയ്തു? പെട്ടെന്ന് പുതപ്പിട്ട് മൂടി ഉടൻ തന്നെ വറഖത്ത് ബിൻ നൗഫൽ എന്ന പുരോഹിതൻ്റെ അടുത്തേക്ക്, വേദപണ്ഡിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയി അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പേടിക്കേണ്ട, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹയ്യുമായി വന്നിരുന്ന മലക്ക് തന്നെയാണ് നബിതങ്ങളുടെ അടുക്കലും വന്നിട്ടുള്ളത്. അപ്പോൾ നുബൂവത്ത് നൽകാൻ വേണ്ടി വന്നതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാനൊരു യുവാവായിരുന്നുവെങ്കിൽ പ്രബോധന കാലഘട്ടത്തിൽ സഹായിക്കുമായിരുന്നു പറയുകയും ചെയ്തു. ഖുർആൻ ആയത്തുകൾ അതിനുശേഷം വഹയ്യായി ലഭിച്ചുകൊണ്ടിരുന്നു. തുടരെ ഖുർആൻ ആയത്തുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. ആദ്യമായ ഖുർആൻ ആയത്ത് ലഭിച്ചത് എപ്പോഴാണ്?
610 ഓഗസ്റ്റ് 6-നായിരുന്നു. ക്രിസ്താബ്ദം 610 ഓഗസ്റ്റ് 6-നായിരുന്നു ആദ്യ വഹയ്യ് ലഭിച്ചത് അല്ലേ. അപ്പോൾ ഇനി പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത് എപ്പോഴാണ്? നബി തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് നുബുവത്ത് ലഭിച്ചത്. ആദ്യ വഹയ്യ് ലഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ച്. മക്കയിലുള്ള ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ച്. അടുത്തത്, ഹിറാ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? മക്കയിലുള്ള ജബലുൻ നൂറിൽ സ്ഥിതി ചെയ്യുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയത് ആരുടെ അടുക്കലായിരുന്നു? വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദപണ്ഡിതൻ്റെ അടുക്കൽ. അടുത്തത്, പൂരിപ്പിക്കുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ ഡാഷ് സലാം പറയുമായിരുന്നു. എന്താ? കല്ലുകളും വൃക്ഷങ്ങളും സലാം പറയുമായിരുന്നു. അടുത്തത്, 2. മക്കയിലുള്ള ഡാഷിലെ ഹിറാ ഗുഹയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്കിരുന്നത്. മക്കയിലുള്ള ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഒറ്റയ്ക്കിരുന്നത്. അപ്പോൾ ഹിറാ ഗുഹയും ഇരുന്ന സ്ഥലമൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ജബലുൻ നൂർ, ഇതാണ് ഹിറാ ഗുഹ. കണ്ടോ? മനസ്സിലായോ? ഇനി അടുത്തത് കണ്ടെത്താം. ആദ്യ വഹയിലെ 5 ആയത്തുകൾ ഏതൊക്കെയാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ മുതൽ തുടങ്ങി മാലം യഅലം വരെയുള്ള ആയത്തുകളാണ് ആദ്യത്തെ 5 ആയത്തുകൾ. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മൂസ നബി അലൈഹിസ്സലാമിന് വഹയുമായി വന്നിരുന്ന മലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് നൽകാൻ വന്നതാണ്. അവിടുന്ന് എൻ്റെ പ്രബോധന സമയത്ത് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ച് സഹായിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അടുത്തത്, ആദ്യ വഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും തമ്മിൽ നടന്ന സംഭാഷണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിലായിരുന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും നബി തങ്ങളോട് ഇഖ്റ, നീ വായിക്കുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എനിക്ക് ഓതാൻ അറിയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണച്ചു പിടിച്ച് അമർത്തിയ ശേഷം വീണ്ടും ഓതാൻ നിർദ്ദേശിച്ചു. 3 പ്രാവശ്യം ഇപ്രകാരം ആവർത്തിച്ചപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഖുർആൻ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്തത് നബി തങ്ങൾ ഓതുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഖായിദ അവസാനിക്കുകയാണ്, ഈ പുസ്തകം അവസാനിക്കുകയാണ്. നബി തങ്ങളുടെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കി. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പാഠഭാഗം നന്നായി കേട്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടി സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു പാഠവുമായി കാണുന്നത് വരെ മഅസ്സലാമ.